ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോംബോ, ഒരു ചേരുവ. അവരാണ് 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുക. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഉന്മത്തരാണ് എന്നാൽ സമചിത്തരും. ദൈവത്തെ പ്രതി ഞങ്ങൾ ഉന്മത്തരാണ്, എന്നാൽ നിങ്ങളെ പ്രതി സമചിത്തരുമാണ്. അപൂർവം ചില വ്യക്തികളെയാണ് ഇത്രയും മനോഹരമായ ആ ഒരു കോംബോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന, ഒരു അമ്മച്ചി പറഞ്ഞ, എൻ്റെ മകൻ സ്നേഹമാണെങ്കിൽ നക്കിത്തിന്നും, പക്ഷെ അവന് വാശി കയറിയാൽ അവൻ കുത്തിക്കൊല്ലും. അതുപോലത്തെ സ്വഭാവ രീതി. ചിലപ്പോൾ വളരെ നല്ല മനുഷ്യനാണ്, വേറെ ചില സമയത്ത് വളരെ മോശമാവുകയും ചെയ്യും. ഇങ്ങനത്തെ എക്സ്ട്രീമിലേക്ക് പോകുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സമയത്ത് ഭയങ്കര പ്രാർത്ഥന, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഒട്ടും പ്രാർത്ഥിക്കുകയില്ല. ഒരു സമയത്ത് ഭയങ്കരം പഠിക്കാൻ തുടങ്ങിയാൽ അവിടുന്ന് എഴുന്നേക്കത്തില്ല. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ പഠിക്കുന്ന കാര്യം ആരെല്ലാം ഏതെല്ലാം രീതി പറഞ്ഞാലും അതിലേക്ക് പോകത്തില്ല. വേറെ ചിലരുണ്ട്, പണിയാൻ തുടങ്ങിയ പണി നിർത്തത്തില്ല. പക്ഷേ വേറെ ചില സമയത്ത് ഒരു കരിയില വേണേ ഒന്ന് തിരിച്ചു വെക്കുന്ന കാര്യം അതുപോലും ചെയ്യത്തില്ല. ഇങ്ങനത്തെ വിചിത്ര സ്വഭാവമുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. അതുകൊണ്ടാണ് ഈ വചനം നൽകുന്ന ഈ സന്ദേശം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കോംബോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോംബോ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദൈവത്തെ പ്രതി ഉന്മത്തർ എന്നാൽ സമചിത്തർ. ഇത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിയമമായി മാറുന്നെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, ചിലരുടെ കോമ്പിനേഷൻ വളരെ വളരെ വിചിത്രം എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഒരു കോമ്പിനേഷനിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. ചില കാണാൻ സാധിക്കും, നേരഭേദം. ചില സമയത്ത് ഭയങ്കര സ്നേഹം, മറ്റു ചില സമയത്ത് ഈ സ്നേഹിച്ച വ്യക്തികളെ പോലും അവർക്ക് ചിലപ്പോൾ കണ്ണിന് കണ്ടുകൂടാ. അങ്ങനെ നേരഭേദം കാണിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരും. വേറെ ചില കാണാൻ സാധിക്കും പക്ഷപാതം. യാക്കോബുസ്ലീഹ 2-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ പക്ഷപാതം പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്നവർക്ക് ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വരുന്നവർക്ക് വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ പക്ഷപാതം കാണിക്കുന്നതിനെ കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ചിലരെ കാണാൻ സാധിക്കും, അവർക്ക് ചില വ്യക്തികളോട് അതിരുവിട്ട അടുപ്പം, അവർക്ക് വേണ്ടി എന്തും ചെയ്തെന്ന് വരും. മറ്റു ചില വ്യക്തികളെ അവർ അടുത്തേക്ക് അടുപ്പിക്കത്ത് പോലുമില്ല. അതുപോലെ പക്ഷപാതം കാണിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്, ഭാവമാറ്റം. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിന്റെ ഭാവമാറ്റം. ചില സമയത്ത് ഭയങ്കര ഡിപ്രഷൻ, ആരോടും മിണ്ടണമെന്നില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. വേറെ ചില സമയത്ത് ഓവർ എക്സ്പ്രഷൻ ആയിരിക്കാം, അതിന് വിട്ടും അവര് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരവസ്ഥ. ഇതെല്ലാം വിചിത്രമായ കോംബോയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1805 വായിക്കുമ്പോൾ അവിടെ ചില അടിസ്ഥാന പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 4-ാമത്തെ അടിസ്ഥാന പുണ്യമാണ് ടെമ്പറൻസ്, സംയമനം. ഇത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണം. ചിന്തകളിലാണേലും സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ആ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഈ ഒരു സഭാ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നല്ല ചില കോംബോ, ചേരുവ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതാനും ചില വചനഭാഗങ്ങൾ, ഒരു 6-7 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഈ നല്ല ചേരുവ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. 2 കൊരിന്തോസ് 5:13 നമ്മൾ ഓൾറെഡി കണ്ടു. ദൈവത്തെ പ്രതി ഉന്മത്തർ എന്നാൽ സമചിത്തരും. ഉന്മത്തരാണ് എന്നാൽ സമചിത്തരും. അത് മനോഹരമായ ഒരു കോമ്പിനേഷനാണ്. പ്രഭാഷകൻ 21:12 വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, സാമർഥ്യമുള്ള വ്യക്തികള്, സമർത്ഥരായിട്ടുള്ള വ്യക്തികള് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് നീരസം വളർത്തുന്ന സാമർഥ്യമാകരുത്. സമർത്ഥരാണോ? അതെ, പക്ഷെ ഒരിക്കലും അത് നീരസം വളർത്തുന്നതല്ല. ചിലർക്ക് ആവശ്യത്തിലേറെ കഴിവുണ്ട്, പക്ഷെ അതവര് അതേക്കുറിച്ച് പറയുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നീരസമുളവാകുന്ന ഒരവസ്ഥ. അതില്ലാതിരിക്കുന്നത് വലിയ ഒരു കോമ്പിനേഷനാണ്. മറ്റൊന്ന്, 1 കൊരിന്തോസ് 9:16 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഒരിക്കലും ഞാൻ അതിനകത്ത് അഹങ്കരിക്കത്തില്ല. പ്രഘോഷിക്കുന്നു, പക്ഷെ ആ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ അഹങ്കാരമില്ല. ചിലര് അതിവിശിഷ്ടമായ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം, കഴിവുകൾ, സാമർഥ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് അവരെ അഹങ്കാരത്തിലേക്ക് നയിച്ചു. അത് തകർച്ചയ്ക്കുള്ള ഒരു നീക്കമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും അത് അഹങ്കാരത്തിന് വകയില്ലാത്ത ഒരു കാര്യമാണ്. ലൂക്ക 17:10 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിഷ്കാമകർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ട സകല കാര്യങ്ങളും ചെയ്തതിന് ശേഷവും നിങ്ങൾ ഇങ്ങനെ പറയുക,
ഞങ്ങൾ എളിയ ദാസരെ, ശുശ്രൂഷകർ മാത്രം. ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്തു. ഇനി അതിന് പ്രശംസയോ അംഗീകാരമോ ഇതൊന്നും കിട്ടുന്നില്ലേലും കുഴപ്പമില്ല. അതാണ് നിഷ്കാമകർമ്മ. പുറപ്പാട് 1-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ഞെരുക്കിക്കൊണ്ടിരുന്നു. അവരെ ഞെരുക്കി ഇല്ലാതാക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. ഞെരുക്കും തോറും അവരെ പെരുകിക്കൊണ്ടിരുന്നു എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങള് അനുവദിക്കുന്ന ത്യാഗങ്ങള് എടുക്കേണ്ട പോലെ എടുത്താൽ ആത്മീയമായിട്ട് നമുക്കും വളരാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, 2 കൊരിന്തോസ് 4-ാം അധ്യായം 8-ാമത്തെ വചനം, ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു എന്നാൽ തകർക്കപ്പെടുന്നില്ല. ചിലർക്ക് ഞെരുക്കമുണ്ടാകുമ്പോഴേ അവര് തകർന്ന് തരിപ്പണമായി പോകും. അത് സംഭവിക്കുന്നില്ല എന്ന് ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. മറ്റൊന്നാണ് 4-ാം അധ്യായം 16-ാമത്തെ വചനം, 2 കൊരിന്തോസ് തന്നെ 4:16. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, എങ്കിലും ഞങ്ങൾക്ക് നിരാശയില്ല, കാരണം ഞങ്ങൾ ആന്തരികമായി നവീകരിക്കപ്പെടുന്നു. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഉന്മത്തത നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. നല്ലതെന്ന് പറയാവുന്ന ഒന്ന് 2 കൊരിന്തോസ് 5:13, ദൈവത്തെ പ്രതിയുള്ള ഉന്മത്തത. 1 രാജാക്കന്മാർ 19:14 നമ്മൾ കാണുന്നുണ്ട്, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു എന്നാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞത്. യെശയ്യാ 29:9 വചനം പറയുന്നുണ്ട്, ഉന്മത്തരാകുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാകരുത്. അപ്പൊ അതുകൊണ്ട് ആത്മീയ ഉന്മത്തത അത് നല്ലതാണ്. പിന്നെ ചീത്ത ഉന്മത്തതയിൽപ്പെടുന്നതാണ് എഫേസ്യസ് 5:17-18 വചനങ്ങൾ തരുന്ന വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. 2 മക്കവായർ 5:21, അഹങ്കാരത്താൽ ഉന്മത്തനായ അന്തിയോക്കസ്. മറ്റൊന്ന് അവസാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ജഡമോഹത്താൽ ഉന്മത്തരാകുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തും. ന്യായാധിപന്മാർ 16-ൽ സാംസന് സംഭവിച്ചത് അതാണ്. പ്രഭാഷകൻ 47-ൽ നമ്മൾ കാണുന്നു, സോളമന് സംഭവിച്ചത് അതാണ്. ഇതെല്ലാം ചീത്ത ഉന്മത്തതയാണ്. നമുക്ക് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഉന്മത്തത ദൈവത്തിൽ നിന്ന് കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഓവർ സ്മാർട്ടാകുന്ന അവിവേകികളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോടെ നമുക്ക് യാചിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.